ഇതിനിപ്പോൾ വേറെ കാര്യം, നമ്മൾ കുറേ രാഷ്ട്രീയം സംസാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ BJP-യോടൊപ്പം വരുന്നു, പകുതി മനസ്സ് BJP ആണെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. ഈ രാമായണ മാസമൊക്കെ വരുമ്പോൾ രാമായണം വായിക്കുന്ന ഒരു ജി സുധാകരനുണ്ട്, അതുകൂടാതെ കവിതകൾ എഴുതുന്ന ഒരു ജി സുധാകരനുണ്ട്. ഇപ്പൊ കവിതയും രാമായണവും ഒക്കെ എങ്ങനെയാണ് GS-ന്റെ മനസ്സിലേക്ക് ഈ കടുത്ത വിപ്ലവകാരി കർക്കശക്കാരനായ CPM നേതാവ് ഒക്കെ ഇരിക്കുമ്പോൾ എങ്ങനെ ഈ രാമായണം, ഇപ്പൊ രാമായണം എന്ന് പറഞ്ഞാൽ ആളുകളെ ഓടിച്ചിട്ട് തല്ലുന്ന കാലമാണ്. അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. രാമായണം എന്ന് പറഞ്ഞാൽ, രാമൻ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്ത് അങ്ങ് രാമായണം കൃത്യമായി വായിക്കുന്നുണ്ട്. ഇത് എങ്ങനെ പറ്റും? ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും രാമായണം തമ്മിൽ ചേരുമോ? വായിക്കുന്ന ആരും രാമായണം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ഒരു സാഹിത്യ കൃതിയാണ്. മലയാള ഭാഷയുടെ ഒറിജിനാലിറ്റി തമിഴ് കൊണ്ടും മലയാളത്തെ അടർത്തിയെടുത്ത് സംസ്കൃതമായ മലയാള ഭാഷയുടെ പദങ്ങളൊക്കെ മാറ്റി ആവശ്യമുള്ള പദങ്ങൾ നിലനിർത്തി ഒറ്റ ഉത്തമ മലയാളത്തിൽ സംസ്കൃത പദങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. ആദ്യ ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥം സാഹിത്യം, സംഗീതം, ഭാഷ, ഇതിൻ്റെ എല്ലാം ഒരു സമ്മേളനമാണ് ആ പുസ്തകം. ആ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഞാൻ കുട്ടിക്കാലം പോലെ വായിക്കും. എൻ്റെ അച്ഛൻ വായിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ മറ്റേ റോഡുകളിൽ പോയി വായിക്കണം, പൈസ ഒന്നും വാങ്ങില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടെന്താ, അതുകൊണ്ട് ഞാൻ രാമക്ഷേത്രങ്ങളിലൊന്നും പോയി തൊഴാനും മുഴിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പൊ ഒന്നാമത് അറിവുള്ളവനില്ല. ഇല്ല, ഞാൻ ശബരിമല പ്രവാസം വന്നതല്ല, ശബരിമല പോകണ്ടേ, ആ കീഴിൽ വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഗുരുവായൂരിന്റെ മന്ത്രിയല്ലായിരുന്നു ഞാൻ. ഗുരുവായൂർ വാട്ടർ സപ്ലൈ സ്കീം ഞാനാണ് ശരിയാക്കുന്നത്. അതൊക്കെ വെള്ളമൊക്കെ അവിടെ പോയി ഗുരുവായൂരെ കൊണ്ടുപോയി താഴ്ന്ന വീണ് വണങ്ങയില്ലല്ലോ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ. കാരണം ഞാനവിടെ ജനങ്ങൾ കണ്ട് കള്ളാണ്, നിങ്ങൾ പറയാൻ ചെയ്യാത്തത് മന്ത്രിയായിരുന്നു കള്ളത്തരം കാണിക്കാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനപൂർവ്വം ഞാൻ അവിടെ വന്നു. ഞാൻ ശബരിമല അങ്ങനെ തന്നെ വന്നു. ഞാൻ വേറെ ദേവസ്വം മന്ത്രി മണിമേനെ തൊഴുന്ന കണ്ടിട്ടില്ല, അതുവരെ തൊഴുതിട്ടില്ലല്ലോ. അതൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കാം, അന്തസ്സായി നിൽക്കാം, അത് നമ്മളെ ചോദ്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. രാമായണം ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ്. മലയാള ഭാഷ അറിവ് വേണേ വായിക്കണം. മലയാള ഭാഷയിൽ നിങ്ങൾക്ക് അറിവ് വേണേ വായിക്കണം. രാമായണം, ഭാരതം, മഹാഭാഗവതം, ബൈബിള്, ഖുർആൻ, വിശുദ്ധിയുടെ ഒരു തികഞ്ഞ പോയട്രിയാണ്. പോയട്രിയാണ് ഭാഷയുടെ ആദ്യത്തെ സർഗാത്മക രൂപം. ഗദ്യം പിന്നെയാണ് ഉണ്ടായത്. പോയട്രിയാണ്, കവിതയിലാണ്. കവിതയല്ലേ? മറ്റേ കൗഞ്ചമിഥുനങ്ങൾ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോ മാനിഷാദ, അതെ കവിതയല്ലേ അത്? അപ്പൊ അതേപ്പറ്റിയൊക്കെ. പിന്നെ മാർക്സത്തെ പറ്റി മനസ്സിലാക്കുക. സർവ്വ വിജ്ഞാനങ്ങളുടെയും ആരാധകരാണ് മാർക്സിസ്റ്റുകാർ. ഇന്നത് വായിക്കരുത്, ഇന്നത് വായിക്കണമെന്ന് മാർക്സിസം പറയരുത്, എല്ലാം വായിക്കണം. ഹിറ്റ്ലറെ പറ്റി അറിയണമെങ്കിൽ അയാളുടെ ആത്മഹത്യയായ മീൻഗാഫ് വായിക്കണ്ടേ? മീൻഗാഫ് എങ്കിൽ ലൈബ്രറിയിൽ എടുപ്പുണ്ട്, വായിച്ചാൽ എത്ര പേരുള്ളൂ? ഹിറ്റ്ലറെന്ന് പറയുന്നു. അവിടെ ആത്മഹത്യ വായിച്ചിട്ടുണ്ടോ? വായിച്ചാൽ എത്ര പേരുണ്ട് കേരളത്തിൽ? തോമസ് വായിച്ചിട്ടുണ്ടോ? തോമസനാണല്ലോ, വായിച്ചിട്ടുണ്ടോ? ഞാനത് വായിക്കാൻ മാത്രം വായിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം അയാളുടെ ക്രൗര്യം, അയാൾ എങ്ങനെയാണ് മാർക്സിനെ ഇളക്കുന്നത്, ഒരു ഫിലോസഫി മനസ്സിൽ വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം വായിക്കണം. കാർൽ മാർക്സ് തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചെറിയ പുസ്തകമാണ്, പക്ഷെ എല്ലാ വലിയ പുസ്തകങ്ങളുടെയും പുസ്തകമാണ് അത്. ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം ബൈബിളിനെ പറ്റി പറയുന്നു, അദ്ദേഹം ഷേക്സ്പിയറെ പറ്റി പറയുന്നു, പൂർവ്വകാല റിലീജിയസ് ലിറ്ററേച്ചറിനെ പറ്റി പറയുന്നു. അത് വായിച്ചുകൊണ്ടല്ലേ. ലണ്ടൻ ലൈബ്രറിയിൽ നിന്ന് രാപകൽ ആരോഗ്യം കളഞ്ഞ് ഭക്ഷണമില്ലാതെ വായിച്ച് അദ്ദേഹം മരിച്ചത്. പട്ടിണി കിടന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചത്. ആരോഗ്യം പോയി, ഭക്ഷണം ഒന്നും കഴിക്കാതെ കടനത്ത് വാങ്ങിയ ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി, മാനിഫെസ്റ്റോ എഴുതി. അപ്പൊ ഞാൻ പറയുന്നത്, ഇതെല്ലാം ലോകത്തു നിന്ന് വരെയുള്ള എഴുതപ്പെട്ട മുഴുവൻ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും വായിച്ചാലാണ് മാർക്സ്. എന്നിട്ടാണ് അനലൈസ് ചെയ്തത്. ഈ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ പറയുന്നതൊന്നും തന്നെ അധ്വാനിക്കുന്നവർക്കുള്ളതല്ല. ഇത് ചൂഷകന്മാർക്കുള്ള, രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഫ്യൂഡലിസ്റ്റുകൾക്കും മുതലാളിമാർക്കും ഭൂഷകൾക്കുമുള്ളതാണ്. അതിനെ മാറ്റിമറിക്കാൻ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള, കൃഷിക്കാരുടെ നേതൃത്വത്തിലുള്ള പുതിയ സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി പറയുന്നത് ഇതെല്ലാം പഠിച്ചിട്ടാണ്.
പഠിക്കാത്തവനൊന്നും ചെയ്യാനൊക്കില്ല. പഠിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താനൊക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ പഠിച്ചു പോയതൊരു കുറ്റമായിട്ട് ഇപ്പോൾ കുറച്ച് മാധ്യമക്കാർ പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യാനാണ്? അല്ല, എൻ്റെ വിമർശനം വളരെ സിമ്പിളാണ്. പാർട്ടിയെ പറ്റി പറഞ്ഞ ശരിയായ കാര്യങ്ങൾ പാർട്ടിക്ക് എതിരാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. വേറെ വിമർശനമൊന്നും ഞാൻ പറഞ്ഞു.